അപ്പൊ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസ. രാവിലെ തന്നെ നമ്മള് പള്ളിയിൽ പോവാണ്. പെരുന്നാളൊന്നും പണ്ടത്തെ പോലെ രസാന്നില്ല, എന്താന്ന് അറിയില്ല. ഇതാണ് അണ്ണനും തമ്മി, സോറി വാപ്പന്റെ ചെങ്ങ. ഇവൽ എന്തോന്ന് കാര്യമായി തള്ളുണ്ട്. എല്ലാ പെരുന്നാളിനും ആദ്യം ഈ ചെങ്ങായിന്റെ വീട്ടിലോട്ടോ പോവുക. കാരണം പള്ളീന്റെ അടുത്ത് തന്നെ അവന്റെ വീട്. ഈ ഒരു ഇരിപ്പ് കണ്ട നിങ്ങൾ വിചാരിക്കും പാവങ്ങളാണ്. നല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, നല്ലൊരു പെരുന്നാളായിട്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ അറവനൊക്കെ കൂടി കൊടുക്കാൻ വിചാരിച്ചപ്പോ മാറ്റി ഇറങ്ങിയപ്പോൾ ഇവിടെ തിരക്കിട്ട് കമ്മ്യൂണിക്കാരത്തിന്റെ ആൾ ഇറക്കി കൊടുക്കാൻ പറയുന്നു. ഓളെ ഇറക്കി കൊടുത്തതിന് ശേഷം ഞാൻ എന്തായാലും അറവ് സ്ഥലത്തേക്ക് പോയിട്ടു. ഇവന് യുവാക്കൾക്കിടയിൽ ഒരു മാതൃകയാണ്. ഇതുപോലെ ആവേശമുള്ള ചെറുപ്പക്കാർ നാട്ടിലുണ്ട്, പിന്നെ ഒന്നും നോക്കണ്ട. അങ്ങനെ എല്ലാവരും ഒരേ ആവേശത്തിലാണ്. പിന്നെ ഒള്ളയത്താണ്ട് ബഹുമാനിക്കുന്ന സംഗതിയായിട്ട് നമ്മൾ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കണം ഞാൻ പണിയെടുക്കാണ്ട് ഇതൊക്കെ വീഡിയോ എടുത്ത് എടുക്കണം, അങ്ങനൊന്നും അല്ലട്ടോ. ഞാൻ നന്നായി പണിയെടുക്കുന്നുണ്ട്, പാവം ഞാൻ. ഇനി കുറച്ച് ദിവസത്തേക്ക് രാവിലെ പത്തിനും ബീഫ് ഫ്രൈ, ഉച്ചയ്ക്ക് ചോറും ബീഫ് കറിയും, രാത്രി ബീഫ് ഒലത്തിയത്, ബീഫ് പൊയിഞ്ഞത്, എന്തായാലും ഇനി ഫുള്ള് ബീഫ് തന്നെ. പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഭാവി പരിപാടികൾ അറിയാൻ വേണ്ടി നമ്മളെ CEO അൻസാറിന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ടോ. ഇനി പെരുന്നാളിന്റെ അവസാന ഘട്ടത്തിലേക്കാട്ടോ. അതെ, വൈകുന്നേരമാണ് നമ്മളെ നാട്ടിലെ ചെങ്ങായിമാരെ ഒന്ന് കറങ്ങാൻ നമ്മൾ ഇറങ്ങുന്നത്. ഞങ്ങളെല്ലാരും ആദ്യം സംസാരിക്കുമ്പോ മാത്രം ചെങ്ങായിന്റെ വലിയമ്മക്ക് കമ്പനി കൊടുക്കുക. എന്ത് നല്ല മോനല്ലേ ഇവന്. ഇവരെയൊക്കെ നടക്കുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുക. എപ്പോഴും ആരും എയറിലാകാന്ന് പറയാൻ പറ്റൂല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ രസമാണ്. നമ്മള് എയറിൽ പോകുന്നവരെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും പറയുന്നതും വളരെ റിസ്ക് എടുത്തട്ടോ. അത് ഭീഷണി വരെ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണുണ്ടോ. സംഭവം ഭീഷണി ഞാൻ കാണിച്ചുതരാം. ചെങ്ങായിമാരെ ഒരു ഫോട്ടോ എടുക്കലോട് കൂടി നമ്മളെ പെരുന്നാളും കഴിഞ്ഞു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.